കരുവാരക്കുണ്ടിൽ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമാണ്. കടുവയെ അവിടെ നിന്ന് മാറ്റുന്നതിന് വനംവകുപ്പിനെതിരെ നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മറ്റൊരു കടുവ കൂടിയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത്ര ദിവസമായിട്ട് 9 ദിവസത്തിലധികമായി ആളെ കൊന്ന ആ കടുവയെ പിടികൂടിയതിലെ പ്രതിഷേധം കൂടിയാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ജനങ്ങളെ മാറ്റാൻ അവിടെ നിന്ന് സമാധാനപരമായി കാര്യങ്ങൾ കൊണ്ടുപോകാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സാധിക്കുന്നില്ല. അത്രയധികം പ്രതിഷേധമുയരുന്നു. ജംഷീർ കൊടിഞ്ഞി ചേരുന്നുണ്ട്. ജംഷീർ, അവിടെ നിന്ന് കടുവയെ മാറ്റുക എന്നുള്ളതാണ് ഇനി ചെയ്യാനുള്ളത്. എന്ത് ചെയ്യണമെന്ന് നാട്ടുകാർ പറയുന്നു. വെടിവെച്ച് കൊല്ലാൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്താണ് വനവകുപ്പ് ഇനി എടുക്കാൻ പോകുന്ന നീക്കം? നാട്ടുകാരുടെ പ്രതിഷേധം എങ്ങനെ തുടരുന്നു? അതിന്റെ നാട്ടുകാർ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നു. വലിയ തരത്തിലുള്ള ആൾക്കൂട്ടം ഈ പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നു. അവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രതിഷേധമാണ് ഇപ്പോൾ അവിടെ ഉണ്ടാകുന്നത്. അവർ പ്രധാനമായും നാട്ടുകാർ ഈ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആളുകൾ പ്രതിഷേധിക്കുന്നുണ്ട്. മറ്റൊന്ന്, കടുവയെ ഈ സമീപത്തെ കാടുകളിലൊന്നും തന്നെ തുറന്നു വിടരുത് എന്നുള്ള ഒരു കാര്യം കൂടി അവർ പ്രധാനമായും പറയുന്നുണ്ട്. സൂവിലേക്ക്, മൃഗശാലയിലേക്ക് കൊണ്ടുപോകണം, അല്ലാതെ മറ്റ് എവിടെയെങ്കിലും കാട്ടിലേക്ക് കൊണ്ടുപോയി അതിനെ തുറന്നു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളത് പറയും. മൃഗശാലയിലേക്കാണെങ്കിൽ പോലും യാത്ര കൊണ്ടുപോകാൻ എന്നുള്ളതാണ്. പക്ഷെ പറയുന്നത് കൊല്ലണം എന്ന്. പ്രത്യേകിച്ച് കൂട്ടിലകപ്പെട്ട ഒരു കടുവയെ കൊല്ലുക എന്നുള്ളത് നിയമപര പ്രശ്നങ്ങൾ അത് ഉണ്ട്. മാത്രമല്ല അത് പ്രായോഗികമല്ല. പക്ഷെ ആളുകളെ അത് മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ആളുകൾ വലിയ തരത്തിൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. ആളുകളെ നിയന്ത്രിക്കാൻ ഒരു പ്രത്യേകമായ ആളുകളെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനോ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു. സ്വാഭാവികമായും അവരനുഭവിക്കുന്ന ഒരു ദുരിതത്തിന്റെ ഒരു ഭാഗം അതിന് ഇപ്പോൾ ഒരു ഒന്നെങ്കിലും ഒരു ആശ്വാസമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആളുകൾ ഇത്തരത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ഏറെ ദിവസങ്ങളായി 1.5 മാസത്തിലധികം, ഏതാണ്ട് 52ഓളം ദിവസമായി, ഇപ്പൊ 53-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ഈ കടുവയ്ക്കായുള്ള തിരച്ചിലായിരുന്നു ഇവിടെ നടത്തിയിരുന്നത്. അത്രയും ദിവസവും ആളുകൾക്ക്, പ്രദേശത്തെ കർഷകർ ഉൾപ്പെടെയുള്ളവർക്ക് പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെടാനോ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആളുകളുടെ പ്രതിഷേധം ആ രീതിയിൽ തന്നെ കാണേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ മെയ് 15-നായിരുന്നു ഈ കടുവ ഒരു ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ, ചോക്കാട് കല്ലാമൽ സ്വദേശിയായ ഗഫൂറിനെ കൊലപ്പെടുത്തിയിരുന്നത്. ഈ രാമങ്കാടിലെ ടാപ്പിംഗിന് സമയത്തായിരുന്നു പുലർച്ചെയുടെ സംഭവം. അതിനുശേഷം പിന്നീട് വ്യാപകമായുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. പിന്നീടാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ കടുവയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ പല ഘട്ടങ്ങളിലും ഈ കടുവ ഉദ്യോഗസ്ഥരുടെ മുന്നിലൂടെ പോകുമ്പോഴും ഉദ്യോഗസ്ഥർ വെടിവെക്കാനോ മയക്കുവെടി വെക്കാൻ പോലും തയ്യാറായിരുന്നില്ല എന്നുള്ള ആക്ഷേപങ്ങളും പല ഘട്ടങ്ങളിലും ഉയർന്നിരുന്നു. അതിന്റെ പരിണിത ഫലമായി ഈ കടുവയെ പല ഘട്ടങ്ങളിലും ആളുകൾ തന്നെ, അതായത് തൊഴിലാളികളും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ ജനവാസ മേഖലയ്ക്ക് സമീപം വരെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി, വനംവകുപ്പിനെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അത് പിടികൂടാൻ അപ്പോഴും കഴിഞ്ഞിരുന്നില്ല. അവിടെ ഈ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം കൂടുകളും ക്യാമറകളും സ്ഥാപിച്ചിരുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് പിടികൂടാൻ കഴിഞ്ഞിരുന്നു. ഇന്നാണ് ഇപ്പോൾ ഈ കടുവയെ പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ രാത്രിയായിരുന്നു കടുവയെ കൂട്ടിൽ കണ്ടെത്തിയത്. കരുവാരക്കുണ്ടിലെ പാന്ത്രയിൽ സുൽത്താന എസ്വളവിൽ നേരത്തെ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലായിരുന്നു ഈ കടുവ കുടുങ്ങിയത്. രാവിലെയോടെ കണ്ടെത്തുകയായിരുന്നു എന്നുള്ളത്. ആ നേരത്തെ തൊഴിലാളിയെ അബ്ദുൽ ഗഫൂറിനെ ആക്രമിച്ച കടുവയാണെന്ന് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ സ്ഥാപിച്ച ക്യാമറകളിലും അതോടൊപ്പം തന്നെ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ അത് തന്നെയാണ് എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉള്ളത്. ഈ കടുവയുടെ
ചെറിയൊരു പരിക്കും സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കടുവയെ ഇനി ഈ എങ്ങോട്ട് മാറ്റുമെന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരങ്ങൾ വരേണ്ടതുണ്ട്. അത് ഇപ്പോൾ ആളുകളൊക്കെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല കൂടുതൽ ആളുകൾ പ്രദേശത്തേക്ക് ഈ എന്നറിഞ്ഞുകൊണ്ട് ഈ പ്രദേശത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ആളുകളെല്ലാം മാറ്റിയിട്ടായിരിക്കണം ഇനി ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടത്. ഏതായാലും നാട്ടുകാരിൽ പ്രധാനപ്പെട്ട ആളുകളുമായി, അതായത് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുമായി, MLA ഉൾപ്പെടെയുള്ളവർ പ്രദേശത്തേക്ക് ഉണ്ട്, അവരുമായൊക്കെ ചർച്ച നടത്തിയതിനു ശേഷം ആയിരിക്കും ഈ കടുവയെ അവർ ഇവിടെ നിന്ന് നടത്തുക എന്നുള്ളതാണ്. പ്രധാനമായും സൂവിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആവശ്യമാണ്, കാട്ടിൽ ഇനി തുറന്നു വിടരുത് എന്നുള്ള ഒരു ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. നേരത്തെ ഈ കടുവയ്ക്കായി വെച്ചിരുന്ന കൂട്ടിൽ പുലി കുടുങ്ങിയ സമയത്തും ആളുകൾ ഇത്തരത്തിൽ പുലിയെ ഈ കാട്ടിൽ കൊണ്ടുവിടരുത് എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. കാരണം ഇത്തരത്തിൽ നേരത്തെ മുമ്പൊക്കെ പിടികൂടുന്ന വന്യജീവികളെ സമീപ പ്രദേശങ്ങളിലെ കാടുകളിൽ കൊണ്ടുവിടുകയും പിന്നീട് അത് മൃഗങ്ങൾ തന്നെ ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യവും പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ ഇനി അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുന്നത് പിടികൂടുന്നവയെ ഇവിടെ നിന്നും കൊണ്ടുപോയി മറ്റ് മൃഗശാല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെ മാറ്റണം എന്നുള്ളൊരു ആവശ്യമാണ്. കാടുകളിൽ തുറന്നുവിടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. യെസ്, ഈ കടുവയുടെ പരിക്ക് വലിയ സാരമായതാണോ? വനംവകുപ്പ് അതിൽ കൂടി ആശങ്കപ്പെടുന്നുണ്ടോ? നിലവിലെ ഒരു സാഹചര്യം എന്താണ്? രാവിലെ കണ്ട രീതിയിലല്ല ഇപ്പോൾ കടുവ ഇരിക്കുന്നത്. എങ്ങനെ സംഭവിച്ചു എന്നാണ് പറയുന്നത്? അവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ കടുവ ചത്തുപോകുന്നതിലേക്കൊക്കെ കടക്കാനുള്ളൊരു സാഹചര്യം കൂടി വനംവകുപ്പ് കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതായത് നേരത്തെ ഉണ്ടായിരുന്നേക്കാളും കടുവ ഒരല്പം ക്ഷീണിതനായിട്ടാണ് കാണുന്നതിനുള്ള രക്തം നന്നായി അതിന്റെ നെറ്റിയിൽ നിന്ന് വ്യക്തമായി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായ ഒരു ചികിത്സ ആദ്യഘട്ടത്തിൽ തന്നെ നൽകേണ്ടതുണ്ട്. അത് അതിന് ഈ ആളുകൾ കൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആളുകൾ ഇങ്ങോട്ടേക്ക് തടിച്ചു കൂടുന്നത് കൊണ്ട് തന്നെ വേണ്ട രീതിയിലുള്ളൊരു മറ്റു കാര്യങ്ങളിലേക്ക് വനംവകുപ്പിന് ഇപ്പോൾ പോകാൻ കഴിയുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പോലീസിന്റെയും മറ്റൊക്കെ സഹായം തേടേണ്ടതുണ്ട് എന്നുള്ളത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. അതായത് ഇതിന്റെ ഇടത്തെ കണ്ണിന്റെ ഭാഗത്തായിട്ടാണ് മുഖത്ത് ഒരു പരിക്കുകൊണ്ട് അത് എങ്ങനെ സംഭവിച്ചതാണെന്ന് സംബന്ധിച്ച് വ്യക്തതയില്ല. നന്നായി രക്തം വരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട് കടുവയ്ക്ക് നൽകേണ്ടതുണ്ട്. അല്ലെങ്കിൽ കടുവ ചത്തുപോകുമോ എന്നുള്ള അത്തരത്തിലുള്ള ഒരു ആശങ്ക. കാരണം കൂടുതലായി നേരത്തെ രാവിലെ കണ്ടതിനേക്കാൾ കൂടുതലായി ക്ഷീണനായി അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ കടുവയെ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ട്രീറ്റ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട് നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിനുള്ള നടപടികളിലേക്ക് വനംവകുപ്പും നീങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഈ ജനങ്ങളെ നിയന്ത്രിക്കാനായി കൂടുതൽ പോലീസിന്റെ സഹായവും കൂടെ വനംവകുപ്പ് ആവശ്യപ്പെടുന്നുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോഴും അവിടെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പിന്നെ ഏത് തരത്തിൽ ഇവരെ അനുനയിപ്പിക്കാമെന്നാണ് വനംവകുപ്പ് കരുതുന്നത്? പോലീസിന്റെ ഇടപെടൽ എങ്ങനെയാണ്? ജനപ്രതിനിധികൾ സ്ഥലത്തുണ്ടോ? തീർച്ചയായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധി ഉൾപ്പെടെയുള്ളവർ MLA ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അവരുമായി ജനങ്ങൾക്ക് വേണ്ടി ചർച്ച നടത്തുന്നു ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയാണ്. ജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യാമെന്നുള്ളൊരു ഉറപ്പ് നൽകുന്നുണ്ട്. കാരണം ഇത്രയും വലിയ ആളുകൾ ഇവിടെ തടിച്ചുകൂടിയ ഒരു പശ്ചാത്തലത്തിൽ അവരെ പോലീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫോഴ്സ് ഉപയോഗിച്ച് അടിച്ചമർത്താനോ അല്ലെങ്കിൽ തരത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് കൂടുതൽ വലിയ സങ്കീർണതയിലേക്ക് പോകും, വലിയ പ്രതിഷേധങ്ങളിലേക്ക് അത് പോകും. അതുകൊണ്ട് തന്നെ രമ്യമായ രീതിയിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൃത്യമായ രീതിയിൽ അതിന്റെ നിയമവശങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ശ്രമം. ഇതിനുവേണ്ടി നാട്ടുകാരിൽ നിന്നുള്ള പ്രതിനിധികളായ ആളുകളെയും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ജനങ്ങൾ ഇപ്പോൾ ഒരു വൈകാരികമായാണ് ഇതിനെ കാണുന്നത്. വൈകാരിക പ്രകടനത്തിന്റെ ഭാഗമായി തന്നെയാണ് അവർ ഇതിന് വെടിവെച്ച് കൊല്ലണമെന്നില്ല, അല്ലാതെ പോകാൻ അനുവദിക്കില്ല എന്നത് അതിലൊക്കെ അവർ പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ സ്വാഭാവികമായി നമുക്കറിയാവുന്നതുപോലെ ഒരു വൈകാരികമായിട്ടുണ്ടാകുന്ന ഒരു പ്രതിഷേധമാണ്. പക്ഷേ അതല്ല, അതിന്റെ അപ്പുറത്തേക്ക് നിയമപരമായി പല സാങ്കേതികത്വ പ്രശ്നങ്ങളുമുണ്ട്. കുറച്ചുകൂടി ഈ വനം നിയമമായതുകൊണ്ട് തന്നെ ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണെന്നുള്ള കാര്യം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ
നേതൃത്വത്തിൽ നടക്കുന്നത്. അവരെ അങ്ങനെ അടുത്താക്ഷേപിച്ച് അല്ലെങ്കിൽ ഫോഴ്സ് ഉപയോഗിച്ച് അവരെ മാറ്റാനുള്ളൊരു ശ്രമം ഇപ്പൊ നടക്കുന്നില്ല. അങ്ങനെ നടന്നാൽ അത് മറ്റൊരു തരത്തിലേക്ക് പോകുന്നുള്ളത് കൊണ്ട് തന്നെ അവർ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോകാനുള്ള മാണ് നടത്തുന്നത്. ഒരു പക്ഷേ ഈ ഇവർ നിൽക്കുന്ന സൂവിലേക്ക് ഇതിനെ മാറ്റാം എന്നുള്ള ആവശ്യം ഒരു പക്ഷേ വനംവകുപ്പ് അംഗീകരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ റേഡിയോ കോളർ ധരിപ്പിക്കണം എന്നുള്ള കാര്യത്തിലും ഒരു പക്ഷേ വനംവകുപ്പ് അതിനുള്ള ഒരു അംഗീകാരം അല്ലെങ്കിൽ അത് അംഗീകരിക്കാമെന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുമായി ബന്ധപ്പെട്ടൊക്കെ ചില നിയമപരമായ പല കാര്യങ്ങളും അവർക്ക് അതാണ് നിലവിലെ ഒരു സാഹചര്യത്തിൽ അത് പോസിബിൾ ആണോ എന്നുള്ളതാണ്. അതെ, അതായത് അതൊക്കെ ആയിരുന്നെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അത് ഉത്തരവ് മറ്റു കാര്യങ്ങളൊക്കെ ആയി വരേണ്ടതുണ്ട്. ഏതായാലും ജനങ്ങളെ പരമാവധി അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഈ ഘട്ടത്തിൽ വനംവകുപ്പ് നടത്തുന്നത്. ശരി, ജംഷീർ കൊടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകുന്നത്. അവിടെ നിന്ന് കടുവയെ മാറ്റാനുള്ള ശ്രമം വനംവകുപ്പ് നടത്തുന്നുണ്ട്. പക്ഷേ നാട്ടുകാർ അനുവദിക്കുന്നില്ല. കടുവയെ കൊല്ലണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇത്ര ദിവസത്തിന് ശേഷമാണ് ആളെക്കൊല്ലി കടുവ പിടിയിലായിരിക്കുന്നത്. പക്ഷെ മറ്റൊരു കടുവ കൂടി ഉണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്.